السلام عليكم ورحمة الله وبركاته. ഇന്നത്തെ സുബഹിയുടെ നിസ്കാരത്തിൽ രണ്ടാം റക്അത്തിൽ ഇമാം നമ്മെ ഓതി കേൾപ്പിച്ച ഏറെ ഹൃദ്യവും സുന്ദരീയവുമായ ഖുർആനിന്റെ ആയത്തുകൾ സൂറത്ത് മറിയമിന്റെ ശ്രദ്ധേയമായ ഭാഗങ്ങളിലൂടെയാണ് സഞ്ചരിച്ചത്. കൂട്ടത്തിൽ അള്ളാഹുവിനോട് തൗബ ചെയ്യുന്ന ആളുകൾക്ക് അള്ളാഹു സ്വർഗം നൽകും എന്ന് ആയത്തിന്റെ അവസാന ഭാഗമായി നമ്മൾ കേട്ടു. അള്ളാഹുവിനോട് തൗബ ചെയ്ത ആളുകൾ മൻ താബ വഅമില സ്വാലിഹൻ ഫഉലൈക യദ്ഖുലൂനൽ ജന്ന, തൗബ ചെയ്യുകയും സൽക്കർമ്മം ചെയ്യുകയും ചെയ്താൽ അവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗപ്രവേശിതരാക്കും എന്നാണ് മറിയം സൂറത്തിൽ അല്ലാഹു പറയുന്നത്. എന്നിട്ട് ആ സ്വർഗത്തെ വിശദീകരിക്കുകയാണ്. തിൽക്കൽ ജന്ന, ഈ പറയപ്പെട്ട സ്വർഗമുണ്ടല്ലോ, നൂരിസുഹാ മിൻ ഇബാദിനാ മൻ കാന തഖിയ, അത് തന്റെ അടിമകളിൽ നിന്നുള്ള ആളുകൾക്ക് അല്ലാഹു അനന്തരമായി കൊടുക്കുന്ന സംഗതിയാണ്. സ്വർഗം അല്ലാഹു അടിമകൾക്ക് അനന്തരമായി കൊടുക്കുന്ന ഗേഹമാണ്. അല്ലാഹു നമുക്ക് നൽകുമാറാവട്ടെ. എന്നിട്ട് ആ സ്വർഗത്തിന്റെ സുഖ സൗകര്യ ശീതള ഛായകളെ കുറിച്ച് ഖുർആൻ തുടർന്ന് പറയുന്നു. ലാ യസ്മഊന ഫീഹാ ലഗ്വൻ ഇല്ലാ സലാമ, സ്വർഗത്തിൽ സമാധാനം മാത്രമേ ഉള്ളൂ, അപശബ്ദങ്ങളില്ലേ ഇല്ല. എന്നിട്ട് അല്ലാഹു പറയുന്നു വലഹും റിസ്ഖുഹും ഫീഹാ ബുക്റതൻ വഅശിയ, ആ സ്വർഗത്തിൽ പ്രഭാത പ്രദോഷങ്ങളിൽ നിങ്ങൾക്ക് ഭക്ഷണങ്ങൾ അല്ലാഹു ഒരുക്കി വെച്ചിരിക്കുന്നു. എന്തൊരു സൗന്ദര്യദായകമായിട്ടാണ് ഖുർആനിനെ അല്ലാഹു വരച്ചു വെക്കുന്നത്. അല്ലാഹു ആ സ്വർഗം നമുക്ക് നൽകുമാറാവട്ടെ. അതുകൊണ്ടാണ് നമ്മൾ സ്വർഗം അല്ലാഹുവിനോട് ചോദിച്ചുകൊണ്ടേ ഇരിക്കുന്നത്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ജന്ന, അല്ലാഹുവിന്റെ ഷഹാദത്ത് പറഞ്ഞ് 17 റക്അത്തുകൾ നിസ്കരിക്കുമ്പോൾ 5 വഖത്തുകളിലും നമ്മൾ അല്ലാഹുവിനോട് പറയുന്നുണ്ട്. ഐച്ഛികമായ പ്രാർത്ഥനകളിൽ വേറെയും പറയുന്നു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹുവേ നീ തന്നെ ഞങ്ങൾക്ക് ഇലാഹുള്ളൂ. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ജന്ന, അല്ലാഹുവേ നിന്നോട് ഞാൻ സ്വർഗം ചോദിക്കുന്നു. നമുക്കൊക്കെ ഏറെ കൊതിയുണ്ട്, ആഗ്രഹമുണ്ട്. പ്രിയപ്പെട്ടവരെ, ഞാൻ പറയുന്നത് അതല്ല, നമ്മൾ അത്രമേൽ ആഗ്രഹത്തോടു കൂടി ചോദിക്കുന്ന ഈ സ്വർഗം അതെവിടെയാണ് എന്നതാണ്. നമുക്ക് രുചിയുള്ള ഭക്ഷണം കിട്ടുന്ന ഒരു ഹോട്ടൽ കണ്ടാൽ, അറിഞ്ഞാൽ, പരിചയപ്പെട്ടാൽ അടുത്ത ചോദ്യം അതിൻ്റെ ലൊക്കേഷൻ എവിടെയാണ് എന്നാണ്. നമ്മൾ അറിയപ്പെടുന്ന നല്ല ഒരു ടെക്സ്റ്റൈൽസ് കണ്ടാൽ, ഒരു തുണിക്കട കണ്ടാൽ, നമുക്ക് ഇഷ്ടമാകുന്ന വസ്ത്രം ലഭ്യമാകുന്ന ഒരു ഷോപ്പ് കണ്ടാൽ അടുത്ത ചോദ്യം ആ ഷോപ്പിന്റെ ലൊക്കേഷൻ എവിടെയാണ്, അതിന്റെ സ്ഥലം എവിടെയാണ് എന്നാണ്. നമുക്ക് ഇഷ്ടപ്പെടുന്ന വിലക്കുറവിലോ അല്ലെങ്കിൽ മുന്തിയ തരത്തിലുള്ള ഒരു വസ്തു ഒരാളുടെ കയ്യിൽ കണ്ടാൽ, നീ എവിടെ നിന്ന് വാങ്ങി എന്ന് ചോദിച്ചാൽ അത് ഇന്ന കടയിൽ നിന്നാണെന്ന് പറഞ്ഞാൽ അടുത്ത ചോദ്യം ആ കട ഏത് ലൊക്കേഷനിലാണ് ഉള്ളത് എന്നാണ്. സ്വർഗത്തിലും ഒരു ലൊക്കേഷൻ ഉണ്ട്. ഇത്രമേൽ സൗന്ദര്യദായകമായി ഖുർആൻ അവതരിപ്പിച്ച സുഖ സൗകര്യങ്ങളുള്ള ആ സ്വർഗം എവിടെയാണ്? ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. നിങ്ങൾ അന്വേഷിക്കുന്ന, നിങ്ങൾ കൊതിക്കുന്ന, അഭിലഷിക്കുന്ന, ആഗ്രഹിക്കുന്ന സ്വർഗം അൽ ജന്ന, ആ സ്വർഗമുണ്ടല്ലോ, അത് നിൽക്കുന്ന ലൊക്കേഷൻ തഹ്ത അഖ്ദാമിൽ ഉമ്മഹാത്ത്, നിങ്ങളുടെ ഉമ്മയുടെ കാലിന്റെ ചുവട്ടിലാണ് എന്ന് ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. നമ്മുടെ പ്രാർത്ഥനകൾക്കിടയിൽ നമ്മൾ ഓർത്തെടുക്കേണ്ട കടമകളുള്ള, കടപ്പാടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിത്വമാണ് നമ്മുടെ ഉമ്മ എന്ന് പറയുന്നത്. ആ ഉമ്മയുടെ കാലിന്റെ ചുവട്ടിലാണ് അല്ലാഹു സ്വർഗത്തെ സ്ഥാപിച്ചിരിക്കുന്നത്. അല്ലാഹു നമുക്ക് മനസ്സിലാക്കാൻ തൗഫീഖ് നൽകുമാറാവട്ടെ. ഉമ്മയെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധമായ അത്ഭുതങ്ങളുടെ കലവറയായി
നമുക്ക് മുമ്പിൽ. മാതാവിൻ്റെ മഹിമയെക്കുറിച്ച് ഖുർആൻ ധാരാളമായി സംസാരിക്കുന്നുണ്ട്. അത്ഭുതങ്ങളാണ് ഉമ്മ എന്ന് പറയുന്നത്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, അധ്യാപകരില്ലാതെ സെൽഫ് സ്റ്റഡിയിലൂടെ ഒരാൾ ആദ്യമായിട്ട് ഉച്ചരിക്കുന്ന രണ്ടക്ഷരമാണ് ഉമ്മ എന്ന് പറയുന്നത്. ആരാണ് ഉമ്മ എന്ന് വിളിക്കാൻ നമ്മെ പഠിപ്പിച്ചത് എന്ന് ചോദിച്ചാൽ അതിനൊരു അധ്യാപകനെ സെർച്ച് ചെയ്താൽ അന്വേഷിച്ചാൽ നമുക്ക് കാണാൻ കഴിയില്ല. ആദ്യമായി നമ്മൾ പഠിക്കുന്ന രണ്ടക്ഷരങ്ങൾ ചേർത്ത് പറയാൻ പറയുന്ന ആദ്യ പദവും അത് ഉമ്മയാണ്. അതിനൊരു അധ്യാപകനില്ല. നമ്മൾ നമ്മുടെ നാവിൻ തുമ്പിൽ നിന്ന് സ്വയം പഠിച്ചെടുക്കുന്ന പേരാണ് ഉമ്മ എന്ന് പറയുന്നത്. മറ്റൊരു അത്ഭുതം, നമ്മുടെ കുട്ടിക്കാലങ്ങളിലേക്ക് നമ്മൾ സഞ്ചരിച്ചാൽ നമുക്ക് ഓർത്തെടുക്കാൻ കഴിയും. ഉമ്മ നമ്മെ വടി കൊണ്ട്, നമ്മളുടെ അരുതായ്മകൾ കൊണ്ട് അടിക്കുമ്പോഴും നമ്മൾ വിളിക്കാറുള്ളത് ഉമ്മ എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഉമ്മയുടെ അടി വാങ്ങിയിട്ട് കരയുമ്പോഴും ഉമ്മ എന്ന് വിളിച്ച് കരയുന്ന അത്ഭുത പ്രതിഭാസം ചരിത്രത്തിലുള്ളത് ഉമ്മയോട് ചേർത്ത് പറയുമ്പോൾ മാത്രമാണ്. ഉമ്മയെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധമായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആനിന്റെ ആയത്തുകളിലൂടെ നമുക്ക് മുമ്പിൽ പഠിപ്പിച്ചു തരുന്നുണ്ട്. ഉമ്മയെ സംബന്ധിച്ചിടത്തോളം ഉമ്മയുടെ ഹൃദയാന്തരങ്ങളിൽ നന്മ കൊടുത്തത് മുതൽ മരണം വരെ തൻ്റെ ഹൃദയാന്തരങ്ങളിൽ ഓർത്തെടുക്കുന്നത് തൻ്റെ കുട്ടിയെ കുറിച്ചാണ്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കടലിലേക്ക്, നൈൽ നദിയിലേക്ക് പെട്ടിയിലാക്കി എറിയുന്ന രംഗം സൂറത്തുൽ ഖസസിൽ അല്ലാഹു പറയുന്നുണ്ട്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഫിർഔൻ കൊന്നുകളയും. അതില്ലാതിരിക്കാൻ വേണ്ടി ഒരു പെട്ടിക്കകത്താക്കി നൈൽ നദിയിലേക്ക് എറിയാൻ വേണ്ടി അല്ലാഹു പറയുന്നു. മനമില്ലാ മനസ്സോടുകൂടി ഉമ്മ തൻ്റെ കുഞ്ഞു മകനെ ഒരു പെട്ടിയിലാക്കി നൈൽ നദിയിലേക്ക് എറിയുന്നു. പിന്നീട് ഖുർആൻ പറയുന്നത് ഇങ്ങനെയാണ്: പിന്നീട് ആ ഉമ്മയുടെ ഹൃദയം മറ്റെല്ലാ ചിന്തകളിൽ നിന്നും മുക്തമായി ആകെ ഒരു ചിന്തയുണ്ടായിരുന്നത് എൻ്റെ മകൻ മൂസ, എൻ്റെ മകൻ മൂസ. അള്ളാഹുവാണ് എറിയാൻ പറഞ്ഞത്, അള്ളാഹുവിന്റെ സംരക്ഷണത്തിലാണ് മകനുള്ളത്. പക്ഷെ എങ്കിലും ആ ഉമ്മയുടെ മാതൃഹൃദയം വിതുമ്പുകയായിരുന്നു, അനുസ്മരണത്തിന്റെ ആധിക്യം ഉണ്ടാക്കുകയായിരുന്നു എൻ്റെ മകൻ എന്നതിനെ സംബന്ധിച്ച്. വിശുദ്ധ ഖുർആൻ ആ ഉമ്മയുടെ ത്യാഗങ്ങളെ കുറിച്ച് ധാരാളം സംസാരിക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അപാരതകളെ പരിചയപ്പെടുത്തുമ്പോൾ ഖുർആൻ ഇങ്ങനെ പറയുന്നു: ഹുവല്ലദീ ഖലഖകും മിൻ നഫ്സിൻ വാഹിദ വജഅല മിൻഹാ സൗജഹ. നിന്നെ അല്ലാഹു സൃഷ്ടിച്ചില്ലേ, എന്നിട്ട് നിനക്ക് വൈവാഹിക ജീവിതത്തിന് അവസരം ഉണ്ടാക്കി തന്നില്ലേ? ഫലമ്മാ തഹശ്ശാഹ, അങ്ങനെ ഒരു സ്ത്രീയും ഒരു പുരുഷനും സംഗമിച്ച് അങ്ങനെ അവരെ സംബന്ധിച്ചിടത്തോളം ഫഹമലത് ബിഹി ഫലമ്മാ തഹശ്ശാഹ ഹമലത്, അവരെ സംബന്ധിച്ചിടത്തോളം ത്യാഗനിർമ്മരമായ ഒരു പ്രയാസത്തിലൂടെയാണ് അവർ പോകുന്നത്. ഗർഭകാലത്തെ കുറിച്ച് ഖുർആൻ പറയുന്നുണ്ട് ഫലമ്മാ അസ്ഖലത്. പിന്നെ ഖുർആൻ അങ്ങനെയാണ് പറയുന്നത് ഫലമ്മാ അസ്ഖലത്. ആ ഗർഭമുള്ള കാലം അവർക്ക് പ്രയാസമുള്ളതായപ്പോൾ, ഭാരമുള്ളതായപ്പോൾ, നമ്മയൊക്കെ വയറിനകത്ത് പൂർണ്ണ ഗർഭിണിയായി നിറവയറോടുകൂടി നടക്കുന്ന ആ കാലത്തെ കുറിച്ച് ഖുർആൻ പറയുന്നത് അസ്ഖലത് എന്നാണ്, ഭാരമുള്ളതാണ് എന്നാണ്. ഭാരം ചുമന്നുകൊണ്ടാണ് പിന്നീട് ഉമ്മ നടന്നിട്ടുള്ളത്. ലുഖ്മാൻ സൂറത്തിൽ അല്ലാഹു മറ്റൊരു സ്ഥലത്ത് പറയുന്നുണ്ട് ഹമലത്തുഹു ഉമ്മുഹു ഖുർഹാൻ വവദഅതുഹു ഖുർഹാൻ. നിങ്ങളെ ആ ഉമ്മ ചുമന്നിരിക്കുന്നത് പ്രയാസങ്ങളുടെ മേൽ പ്രയാസമായിട്ടാണ്. മുൻഭാഗത്തുള്ള വയറ് വീർത്ത് വീർത്ത് വരുമ്പോൾ ആ ഉമ്മ അസ്വസ്ഥതപ്പെടുന്നു. പിടിയാൻ പറ്റാത്ത അവസ്ഥയിൽ, ചെരിയാൻ പറ്റാത്ത അവസ്ഥയിൽ, വളയാൻ പറ്റാത്ത അവസ്ഥയിൽ, മലർന്നു കിടക്കാൻ പറ്റാത്ത അവസ്ഥയിൽ നിങ്ങളെ ചുമന്ന പ്രയാസങ്ങളുടെ മേൽ പ്രയാസങ്ങളിലാണ് അവൾ സഹിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അല്ലാഹു അവിടെ പറഞ്ഞു, നീ അല്ലാഹുവിന് നന്ദി ചെയ്യണം. തൊട്ടടുത്ത് പറയുന്നു വലിവാലിദയ്യ, നിന്റെ ഉമ്മാക്കും വാപ്പാക്കും നീ എന്ത് ചെയ്യണം? ഗുണം ചെയ്യണം. സ്രഷ്ടാവിനോട് ഗുണം ചെയ്യാൻ പറഞ്ഞ തൊട്ടടുത്ത് ഉമ്മാക്ക് ഗുണം ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അതിന്റെ കാരണമാണ് പറയുന്നത്. എൻ്റെ കൂടെ ചേർത്ത് പറയാനുള്ള കാരണം അവൾ അത്രമേൽ ത്യാഗം സഹിച്ചിട്ടുണ്ട് എന്നാണ്. ആ ഉമ്മയെ സംബന്ധിച്ചിടത്തോളം ആ ഉമ്മയോടുള്ള സ്നേഹ വായ്പകളിൽ എവിടെയെങ്കിലും അകൽച്ചയുണ്ടായാൽ,
അതിദാരുണമാണ് പിന്നീട് അവന്റെ അന്ത്യം എന്ന് ചരിത്രം നമ്മളോട് പറയുന്നുണ്ട്. ഒരു പക്ഷേ നമുക്ക് സുപരിചിതമായിരിക്കും, ചരിത്രത്തിൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബികളുടെ കൂട്ടത്തിലുള്ള ഒരു വ്യക്തിത്വമാണ് അൽഖമ റളിയല്ലാഹു അൻഹ. അൽഖമ റളിയല്ലാഹു അൻഹ ഇസ്ലാമിന് വേണ്ടി അടർക്കളത്തിൽ അഹോരാത്രം അധ്വാനിച്ച വ്യക്തിത്വമാണ്. അവസാനം മരണം ആസന്നമാകുന്നു. അന്ത്യസമയത്തിന്റെ സൂചനയായി സ്വഹാബികൾ ചെന്നുകൊണ്ട് പറഞ്ഞു കൊടുത്തു, ലാ ഇലാഹ ഇല്ലല്ലാഹ്. മരിക്കാൻ സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കൊടുക്കുകയാണ്. ഇസ്ലാമിന് വേണ്ടി അടർക്കളത്തിൽ പോരാടിയ അൽഖമ ഒന്നും മിണ്ടുന്നില്ല. സ്വഹാബികൾക്ക് അത്ഭുതമായി, ഇത്രമേൽ ഇസ്ലാമിന് വേണ്ടി പോർക്കളത്തിൽ പോരാടിയ അൽഖമ എന്താ അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാത്തത്? വിഷയം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് എത്തി. പ്രവാചകൻ ചെന്നു, അല്ലാഹുവിന്റെ റസൂൽ ചൊല്ലിക്കൊടുത്തു ലാ ഇലാഹ ഇല്ലല്ലാഹ്. അൽഖമ ഒന്നും മിണ്ടുന്നില്ല. ഉടനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മനസ്സിലാക്കി, ഇതിലെന്തോ പന്തികേടുണ്ട്. ഇത്രമേൽ ദീനിനു വേണ്ടി പ്രവർത്തിച്ച അൽഖമക്ക് എന്തേ അവസാനം ഷഹാദത്ത് ചൊല്ലാൻ പറ്റാത്തത്? ഉടനെ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൂട്ടത്തിലുള്ള കുടുംബക്കാരെ വിളിച്ച് ചോദിച്ചു, അൽഖമയുടെ മാതാവ് ജീവിച്ചിരിപ്പുണ്ടോ? കുടുംബക്കാർ പറഞ്ഞു, ഉണ്ട്, വന്യവയോധികയാണ്, നടക്കാൻ പ്രയാസമാണ്, വീട്ടിലിരിപ്പുണ്ട്, എങ്കിൽ അവരെ ഒന്ന് വിളിക്കൂ. കയ്യിൽ ഒരു വടിയുമായി വടിയിൽ കുത്തി വേച്ച് അൽഖമയുടെ ഉമ്മ വന്നു. അൽഖമ മരണത്തോട് വെല്ലിടുകയാണ്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അൽഖമയുടെ ഉമ്മയോട് ചോദിച്ചു, മാതാവേ, നിങ്ങളും അൽഖമയും തമ്മിൽ എങ്ങനെയാണ്? നിങ്ങളും മകൻ അൽഖമയും തമ്മിൽ എങ്ങനെയാണ്? ഉടനെ ആ വന്യവയോധിക പറഞ്ഞു, ഞങ്ങൾ അത്ര സുഖത്തിലല്ല. ഞാൻ എൻ്റെ മകനോട് എപ്പോഴും പറയാറുണ്ട്, എന്നെ എനിക്ക് കണ്ടുകൊണ്ടിരിക്കണം. ഞാൻ മരിക്കാനായി, വയസ്സായി, വൃദ്ധയായി, നീ എന്നെ ശുശ്രൂഷിക്കണം. പക്ഷെ അതൊന്നും അവൻ അനുസരിക്കാറില്ല. അവൻ വലിയ ദീനി പ്രവർത്തനം എന്ന് പറഞ്ഞ് പോവലാണ്. എന്നെ അവൻ ശ്രദ്ധിക്കാറില്ല. അതുകൊണ്ട് എനിക്ക് മകനോട് അത്ര സുഖമില്ല എന്ന് മഹാനവറുകൾ പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉമ്മയോട് പറഞ്ഞു, ഉമ്മ, നിങ്ങളുടെ മകൻ മരണത്തോട് വെല്ലിടുകയാണ്. നിങ്ങൾ അവർക്ക് പുറത്തു കൊടുക്കുമോ? നിങ്ങൾ അവർക്ക് പുറത്തു കൊടുത്തിട്ടില്ലെങ്കിൽ സംഭവം പ്രശ്നമാണ്. ആദ്യം തന്നോട് ചെയ്ത ക്രൂരത കൊണ്ടാവണം ഉമ്മ വിസമ്മതിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികളോട് പറഞ്ഞു, സ്വഹാബികളെ, നിങ്ങൾ കുറച്ച് വിറക് കൊണ്ടുവരും. നിങ്ങൾ വേഗം കുറച്ച് വിറക് കൊണ്ടുവരണം. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഒരു ചരിത്രം കേൾക്കുന്ന മട്ടിൽ കേൾക്കേണ്ട ഒന്നല്ല ഇത്. പാഠം ഉൾക്കൊള്ളേണ്ട ചരിത്രമാണ്. കാരണം മുത്തുനബിയാണ് പറയുന്നത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വഹാബികൾ അത്ഭുതത്തോട് ചോദിച്ചു, എന്തിനാണ് വിറക്? റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, അൽഖമ മരിച്ചു പോയാൽ കത്തിയാളുന്ന നരകത്തിലേക്ക് നേരെ റിക്രൂട്ട് ചെയ്യപ്പെടുകയാണ്. അതിന്റെ മുമ്പ് അവന് ഇവിടെ നിന്ന് കത്തിക്കാനാണ്. ഇത് കേൾക്കേണ്ട താമസം കാരുണ്യത്തിന്റെ പ്രതീകമായ നിറകുടമായ അൽഖമയുടെ ഉമ്മ പറഞ്ഞു, വേണ്ട, എൻ്റെ പൊന്നുമോനെ ഞാൻ പുറത്തു കൊടുത്തിരിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബികളോട് പറഞ്ഞു, നിങ്ങളൊന്ന് ഷഹാദത്ത് ചൊല്ലിക്കൊടുക്കൂ. സ്വഹാബികൾ പോയി ഷഹാദത്ത് ചൊല്ലിക്കൊടുത്തപ്പോൾ അൽഖമ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഷഹാദത്ത് ചൊല്ലി അൽഖമ ലോകത്തോട് വിട പറയുകയും ചെയ്തു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, നിന്റെ റബ്ബിന്റെ പൊരുത്തം എന്ന് പറയുന്നത് നിന്റെ ഉമ്മയുടെ പൊരുത്തമാണ്. എന്തുകൊണ്ടെന്നറിയുമോ? നീ ഭക്ഷണം കഴിക്കാത്ത സമയം, നിന്റെ ഭക്ഷണം കഴിക്കേണ്ട സമയത്തെ കാത്തിരുന്നവനാണ് നിന്റെ ഉമ്മ. നീ ഭക്ഷണം കഴിച്ചോ ഇല്ലയോ എന്ന് നിന്നേക്കാൾ കൂടുതൽ അറിയുന്ന ആള് നിന്റെ ഉമ്മയാണ്. വൈക്കം മുഹമ്മദ് ബഷീർ തന്റെ പുസ്തകത്തിൽ എഴുതി വെക്കുന്നുണ്ട്, താൻ നാട് വിട്ട സമയത്തെ കുറിച്ച്. 4 മാസം മുമ്പ് നാട് വിട്ടു. നാട് വിട്ട് കഴിഞ്ഞ് 4 മാസം കഴിഞ്ഞ് ആരും കാണാതെ ഒരർദ്ധരാത്രിയിൽ അടുക്കളയുടെ ഭാഗത്തോട് അകത്തേക്ക് കടക്കാൻ ശ്രമിക്കുകയാണ് വൈക്കം മുഹമ്മദ് ബഷീർ. അദ്ദേഹം എഴുതുന്നുണ്ട്, 4 മാസം കഴിഞ്ഞിട്ട് അർദ്ധരാത്രി ആരുമില്ലാതെ അടുക്കളയിലേക്ക് ചെല്ലുമ്പോഴും എനിക്കുള്ള ഭക്ഷണം മൂടി വെച്ചിരിക്കുന്നു എൻ്റെ ഉമ്മ. 4 മാസം മുമ്പ് നാട് വിട്ട മകൻ ഇന്ന് വരും എന്ന് കരുതി ആ മകനുള്ള ഭക്ഷണം ഒരു പാത്രത്തിൽ വെച്ച് അടച്ച് കാത്തിരിക്കുന്ന ഉമ്മയുടെ
ഏറ്റവും നൈസർഗികമായ സ്വഭാവ താളാത്മകതയെ കുറിച്ച് വ്യക്തം മുഹമ്മദ് ബഷീർ എഴുതി വെക്കുന്നുണ്ട്. അള്ളാഹു പറയുന്നത് ഇങ്ങനെയാണ്: നിന്റെ മാതാവ് നീ ഭക്ഷണം കഴിച്ചുവോ എന്ന് കാത്തിരിക്കുന്നവനാണ് നിന്റെ ഉമ്മ എന്ന്. മാത്രമല്ല, ഉമ്മയെ സംബന്ധിച്ചിടത്തോളം ഉമ്മയുടെ ഭാഷാ പരിജ്ഞാനത്തെ കുറിച്ച് ഹദീസിൽ സംസാരമുണ്ട്. ലോകത്തെ ഏറ്റവും വലിയ ഭാഷാ പാണ്ഡിത്യമുള്ളത് നമ്മുടെ ഉമ്മയാണ്. ഇംഗ്ലീഷും അറബിയും ഉറുദുവും അറിഞ്ഞു എന്നതല്ല അതിനർത്ഥം. അതിനേക്കാൾ അപ്പുറമുള്ള ഒരു ട്രാൻസ്ലേഷൻ കപ്പാസിറ്റി നമ്മുടെ ഉമ്മക്കുണ്ട്. നമ്മുടെ ഇളം പ്രായത്തിൽ കാതടപ്പിക്കുന്ന തരത്തിൽ നമ്മൾ കരഞ്ഞാൽ ഉമ്മാക്ക് അതിൽ നിന്ന് മനസ്സിലാക്കുന്ന ഒരു ട്രാൻസ്ലേഷൻ ഉണ്ട്. ഈ കുട്ടി അമ്മിഞ്ഞ പാലിനാണോ കരയുന്നത്? ഉമ്മാക്ക് കൃത്യമായി ഭാഷാന്തരം മനസ്സിലാക്കാൻ സാധിക്കും. ഈ കുട്ടി വയറിന് അസ്വസ്ഥത ഉണ്ടായിട്ടാണോ കരയുന്നത്? ഉമ്മാക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ കുട്ടി ഉറങ്ങാനാണോ കരയുന്നത്? കൃത്യമായ ട്രാൻസ്ലേഷനിലൂടെ ആ ഉമ്മാക്ക് അറിയാൻ കഴിയും. അത് അള്ളാഹു അവര് വിട്ടുകൊടുത്ത വല്ലാത്ത നിഗൂഢമായ ഒരു കഴിവാണ്. അത്രമേൽ ഭാഷാശേഷിയുള്ള ഒരാളാണ് ഉമ്മ. ആ ഉമ്മയെ സംബന്ധിച്ചിടത്തോളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട് ഉവൈസുൽ ഖർനിയെ കുറിച്ച്. നമുക്കറിയാമല്ലോ, ഉവൈസുൽ ഖർനി പ്രവാചക പ്രണയത്തിന്റെ പ്രതീകമാണ്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ജീവിതത്തിൽ കണ്ടിട്ടില്ല, പക്ഷെ അത്രമേൽ നബി തങ്ങളെ ഇഷ്ടമാണ്. യമനിലാണ് താമസം. മദീനയിൽ നിന്ന് ഒരാൾ യമനിൽ ചെന്നാൽ ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹു ചോദിക്കും, ഹൽ മിൻ മദീന, നിങ്ങൾ മദീനയിൽ നിന്ന് വരുന്ന ആളാണോ? ആണ് എന്ന് പറഞ്ഞാൽ ഉടനെ ആ മനുഷ്യന്റെ നെറ്റിത്തടത്തിൽ തുരുതുര ഉമ്മ വെക്കും. കാരണം മുത്തനബിയെ കണ്ട കണ്ണാണല്ലോ ഇത് എന്ന് പറഞ്ഞുകൊണ്ട് അത്രമേൽ സ്നേഹമായിട്ട് പ്രവാചകനോട് പ്രകടിപ്പിച്ച വ്യക്തിത്വമാണ് ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹു. ഒരിക്കൽ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, യമനിൽ നിന്ന് ഉവൈസുൽ ഖർനി എന്ന ഒരാൾ വരാനുണ്ട്. ഗുരുത്വമുള്ള ആളാണ്, ഗുരുത്വമുള്ള ആളാണ്. അവരെ കണ്ടാൽ നിങ്ങൾ ദുആ കൊണ്ട് പറയണം, നിങ്ങൾ ദുആ ചെയ്യാൻ പറയണം. ഉമർ റളിയല്ലാഹു അൻഹു ആ ഉവൈസുൽ ഖർനിയെ അന്വേഷിക്കുകയാണ്, മദീനയിൽ എത്തുകയാണ്, ഉവൈസുൽ ഖർനിയെ തിരിച്ചറിയുകയാണ്. ഉമർ റളിയല്ലാഹു അൻഹു ദ്വാരക്കാൻ പറയുകയാണ്. ഉവൈസുൽ ഖർനി അത്രയും ഉന്നതിയിലെത്താനുള്ള കാര്യം, പ്രവാചകനെ സ്നേഹിച്ചിട്ടും പ്രവാചകനെ കാണാൻ വരാതിരിക്കാനുള്ള കാര്യം, ഉമ്മ സുഖമില്ലാതെ കിടക്കുകയായിരുന്നു. മദീനയിലേക്ക് റസൂലുള്ളാഹിനെ കാണാൻ വന്നാൽ, ഉമ്മ മരണപ്പെട്ടു പോയാൽ, ഉമ്മയെ ശുശ്രൂഷിക്കാൻ കഴിയാതെ പോയാൽ എന്ന് പേടിച്ച് ഉമ്മയെ ശുശ്രൂഷിച്ച് പരിപാലിച്ച് കൂടെ നിന്ന ആളാണ്. ഗുരുത്വം വാങ്ങിയവൻ എന്ന് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ആളാണ്. ചരിത്രത്തിൽ ഉമ്മയെ പറഞ്ഞാൽ തീരാത്ത വിധം വരികളും വാക്കുകളും നിറഞ്ഞു നിൽക്കുകയാണ്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഉമ്മയെ സംബന്ധിച്ചിടത്തോളം നമ്മളെ പോറ്റി വളർത്തിയിരുന്ന ആ രംഗത്തെ നമ്മൾ ആലോചിക്കേണ്ടതാണ്. സ്വന്തം കട്ടിലിന്റെ ഭാഗത്ത് തൊട്ടിൽ കെട്ടിവെച്ചിരിക്കുന്നു ഉമ്മ കുട്ടിക്ക് കിടക്കാൻ വേണ്ടി. പക്ഷെ ഒരിക്കലും ഉമ്മ തൊട്ടിലിൽ നമ്മെ കിടത്തുന്നില്ല. ഉമ്മ നമ്മൾ തൊട്ടടുത്തുള്ള തൊട്ടിലിൽ കിടത്താതെ തന്റെ മാറിനോട് തന്നെ ചേർത്ത് വെക്കുകയാണ്. ഉമ്മാക്ക് അതാണ് ഇഷ്ടം. ലോക സയന്റിസ്റ്റുകളൊക്കെ പറയുന്നുണ്ട്, മനഃശാസ്ത്രജ്ഞന്മാരൊക്കെ പറയുന്നുണ്ട്, ഈ ലോകത്ത് മനുഷ്യൻ അനുഭവിക്കുന്ന ഏറ്റവും സന്തോഷകരമായ കാര്യം അത് ഉമ്മയുടെ മനസ്സാണ്. ഉമ്മ തന്റെ മകനെ, തന്റെ മകളെ മുലയൂട്ടുമ്പോൾ അനുഭവിക്കുന്ന ഫീലിങ്സ്, ആ ഒരു വികാരം ലോകത്ത് ആർക്കും വരച്ചു വെക്കാൻ സാധ്യമാകാത്ത സന്തോഷമാണ് ഉമ്മ തന്റെ മാറോട് ചേർത്ത് മകനെ ചേർത്ത് വെച്ച് പാല് കൊടുക്കുമ്പോൾ അനുഭവിക്കുന്നത് എന്ന് ചരിത്രകാരന്മാരും സയന്റിസ്റ്റുകളും ശാസ്ത്രജ്ഞന്മാരും നമ്മളോട് പറയുന്നു. അത്രമേൽ മതം, മാതാവിന്റെ മഹിമയും മാനവും എതിർപക്ഷങ്ങളില്ലാതെ സംസാരിക്കുന്നു. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ ഇന്ന് ചോദിച്ചു കൊണ്ടിരിക്കുന്ന സ്വർഗത്തിന്റെ ലൊക്കേഷൻ പറഞ്ഞു തന്നത്, നിങ്ങൾ അത് തിരയേണ്ടത് ആ ഉമ്മയുടെ കാലിന്റെ ചുവട്ടിലാണ് എന്ന്. വിശുദ്ധ റമദാനിൽ സ്വർഗം ചോദിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഉമ്മയെ ഓർമ്മയിലേക്ക് കടന്നു വരണം. മരണപ്പെട്ടു പോയ ഉമ്മാക്ക് ഒരു ഫാത്തിഹയെങ്കിലും ഒരു ദിവസം കൊടുക്കാൻ നമുക്ക് സാധിക്കണം. ജീവിച്ചിരിക്കുന്നവരെ ഒരു വട്ടം കാണാനെങ്കിലും കണ്ണിന്റെ കർമ്മങ്ങളെ, കണ്ണിന്റെ സർമ്മസ്വായുജ്യമുള്ള കർമ്മത്തെ കുറിച്ച് പറയുമ്പോൾ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് 3 നോട്ടങ്ങളെയാണ്. ഒന്ന് വിശുദ്ധ കാബ, അത് കർമ്മശാസ്ത്രത്തിൽ പുണ്യകരമാണ്, നോക്കിയിരുന്നാൽ തന്നെ കൂലിയാണ്. 2 വിശുദ്ധ ഖുർആൻ, ഖുർആൻ ഓതിയില്ലെങ്കിലും നോക്കിയിരിക്കുന്നത് പോലും പുണ്യമാണ്. പിന്നെ പറഞ്ഞിരിക്കുന്നത് നിന്റെ ഉമ്മയുടെ മുഖം, ഉമ്മയുടെ മുഖത്തേക്ക് ഒന്നിങ്ങനെ നോക്കിയിരുന്നാൽ തന്നെ. റമദാനിന്റെ പകലിൽ
ഒരു കസേരയിട്ട് ഉമ്മ ഇരിക്കുന്നതിന്റെ നേരെ ഓപ്പോസിറ്റ് ഇരുന്ന് ഇങ്ങനെ നോക്കിയിരുന്നാൽ തന്നെ നിന്റെ കർമ്മ പുസ്തകത്തിൽ അത് കൂലിയുള്ള കാര്യമാണ് എന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു നോക്കൽ തന്നെ കർമ്മമായി രേഖപ്പെടുത്തുന്ന കർമ്മത്തിന്റെ പേരാണ് ഉമ്മ എന്ന് പറയുന്നത്. സ്വർഗം ചോദിക്കുമ്പോൾ ഉമ്മയെ നമുക്ക് ഓർമ്മയുണ്ടാവണം. പ്രാർത്ഥിച്ചും പരിരക്ഷിച്ചും കൂടെ നിന്നും കണ്ടും അനുഭവിച്ചും സ്നേഹം പകർന്നുമൊക്കെ ആ ഉമ്മയെ കൂടെ നിർത്താൻ നമുക്ക് സാധിക്കണം. അള്ളാഹു നമ്മുടെ മരിച്ചുപോയ ഉമ്മമാർക്ക് മഗ്ഫിറത്ത് നൽകുമാറാവട്ടെ. ജീവിച്ചിരിക്കുന്നവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകുമാറാവട്ടെ. സ്വർഗത്തെ ഉമ്മയുടെ കാലിൻ ചുവട്ടിൽ നിന്ന് നേടിയെടുക്കാനുള്ള മഹാസൗഭാഗ്യം അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി